നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാനപ്പെട്ട കർഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്ന കൃഷി ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ്. സർക്കാർ നിലപാടുകൾക്കെതിരെ പ്രവർത്തിക്കുന്നത് അതീവ ഗൗരവത്തോടെ കാണേണ്ടി വരുമെന്നും കൃഷിമന്ത്രി. ചെങ്ങന്നൂരിൽ കഞ്ചാവ് വേട്ട. 15 കിലോ കഞ്ചാവുമായി 6 യുവാക്കൾ പിടിയിൽ. ഒറീസയിൽ നിന്ന് കഞ്ചാവ് വാങ്ങി വരുമ്പോഴാണ് ഇവർ ചെങ്ങന്നൂർ പോലീസിന്റെ പിടിയിലായത്. 2 പേർ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികളെന്ന് പോലീസ്. പ്രശസ്ത തവിൽ വിദ്വാൻ ആലപ്പുഴ എസ് വിജയകുമാറിന് ശിഷ്യഗണങ്ങളുടെ ഗുരുദക്ഷിണ. തവിൽ വാദ്യത്തിന്റെ മേളപ്പെരുമയിൽ സുവർണമുദ്ര സമർപ്പിച്ചു. കൂട്ടത്തോടെ തവിൽ വായിച്ചുകൊണ്ട് സമർപ്പിച്ച ഗുരുദക്ഷിണ വേറിട്ട അനുഭവമായി. ഇക്കൊല്ലം സർവീസിൽ നിന്നും വിരമിക്കുന്ന 47 പോലീസ് ഓഫീസർമാർക്ക് ആലപ്പുഴയിൽ യാത്രയപ്പ്. ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ ഉപഹാരങ്ങൾ സമർപ്പിച്ചു. കായംകുളത്ത് 14 വയസ്സുകാരനെ മർദ്ദിച്ച കേസിലെ പ്രതി കുഴഞ്ഞു വീണ് മരിച്ചു. BJP പ്രാദേശിക നേതാവ് മനോജാണ് വീട്ടിൽ കുഴഞ്ഞു വീണ് മരിച്ചത്. ദേവദാരു G ദേവരാജൻ മാസ്റ്റർ അവാർഡ് വയലാർ ശരത്ചന്ദ്ര വർമ്മ ഏറ്റുവാങ്ങി. എറണാകുളം ഫൈൻ ആർട്സ് ഹാളിൽ നടന്ന ചടങ്ങിലാണ് അവാർഡ് സമ്മാനിച്ചത്. വാർത്തകൾ വിശദമായി. കർഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്ന കൃഷി ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ്. സർക്കാർ നിലപാടിനെതിരെ പ്രവർത്തിക്കുന്നത് അതീവ ഗൗരവത്തോടെ കാണുമെന്നും പി പ്രസാദ് പറഞ്ഞു. ചേർത്തലയിൽ 1 ലക്ഷം യുവ കർഷക സമിതിയുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പി പ്രസാദ്. ആലപ്പുഴ ജില്ലയിലെ ഒരു ഉദ്യോഗസ്ഥനാണോ ഒരു ആലപ്പുഴ ജില്ലാ കൃഷി ഓഫീസിൽ നിന്ന് ഒരു കത്ത് പോയി എല്ലാ കൃഷിഭവനുകളിലും. നെൽവിത്ത് ഇപ്രാവശ്യം സൗജന്യമൊന്നുമില്ല, ഇപ്രാവശ്യം നെല്ല് സൗജന്യമില്ല, കർഷകൻ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ വാങ്ങിച്ച് കൃഷി ചെയ്തോണം എന്ന് സാധാരണഗതിയിൽ പറയാത്ത, ഒരു ഭരണത്തിൻ്റെ അകത്ത് പറയാത്ത ഒരു കാര്യം പോയി. തെരഞ്ഞെടുപ്പെല്ലാം ഒരു മാസം ആകുമ്പോഴും നമുക്ക് പെരുമാറ്റം അതേപോലെ നിൽക്കുകയാണ്. നമുക്കൊരു യോഗം വിളിക്കാൻ പ്രയാസമാണ്, മന്ത്രിക്ക് ഒരു യോഗം വിളിക്കുന്ന പ്രയാസമാണ്. ഇത്തരം ഒരു അവസരങ്ങളെല്ലാം മുതലെടുത്തുകൊണ്ട് ചില ഉദ്യോഗസ്ഥന്മാർ ഉടനെ ചെയ്തു നെൽവിത്ത് ഇപ്രാവശ്യം സൗജന്യമായിട്ടില്ല എന്നൊരു കത്തം കടിച്ചിറക്കി. ഊഹാവഹമല്ല, ഒരു കത്തം കൊടുക്കുകയാണ്. അടിയന്തരമായി ഡയറക്ടർ ഇടപെട്ടിട്ട് അത് പിൻവലിക്കുന്ന തരത്തിലേക്ക് എത്തി. നമുക്കതൊന്നും അംഗീകരിച്ച് മുമ്പോട്ട് പോകാൻ കഴിയില്ല. ഇതിനെല്ലാം മുകളിലൊരു ജനാധിപത്യ സംവിധാനമുണ്ട്. ആരോടും എങ്ങും ഒരു തരത്തിലുമുള്ള ആശയവിനിമയവും നടത്താതെ ഉദ്യോഗസ്ഥർ തോന്നും പടി ഈ കാര്യങ്ങൾ ചെയ്തു പോകുന്നതുണ്ടാക്കുന്ന പ്രയാസങ്ങൾ ചെറുതല്ല. ഈ കേരളത്തിൽ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് കൃഷിക്കാർക്കില്ലാത്ത എത്ര ആനുകൂല്യമാണ് ലഭിക്കുന്നത്? ഉദ്യോഗസ്ഥർക്കെല്ലാം ലഭിക്കുന്നുണ്ടതെല്ലാം. ഞാനിവരുടെയൊക്കെ ശമ്പളം നോക്കിയതെല്ലാം കഴിഞ്ഞിട്ട് 1 ലക്ഷം രൂപയും 1.5 ലക്ഷം രൂപയും ശമ്പളം വാങ്ങിച്ചിട്ടാണ് ഈ മര്യാദകേട് അവിടെ നിന്ന് ഈ കാണിക്കുന്നുള്ള കാണുമ്പോഴാണ് ഈ പൈസ എവിടെ നിന്നാണ്? ഈ പൈസ ഈ നാട്ടിലെ സാധാരണക്കാരുടെ നികുതി പൈസ അല്ലേ? ഈ നാട്ടിലെ സാധാരണക്കാരൻ്റെ നികുതി പൈസ കൊണ്ട് ചേരുന്ന ഖജനാവിൽ നിന്ന് ലക്ഷങ്ങൾ ശമ്പളമായിട്ട് വാങ്ങിച്ചിട്ടാണ് ഒന്ന് വിളിച്ചു ചോദിക്കുക പോലും എങ്ങോട്ടും ചെയ്യാതെ, സെക്രട്ടേറിയറ്റിലോ ഡയറക്ടറേറ്റിലോ ഒന്ന് ബന്ധപ്പെടുക പോലും ചെയ്യാതെ, ഒരു ആനുകൂല്യമില്ല കേട്ടോ എന്ന് പറഞ്ഞു പോകുന്ന ഔദാര്യത്തിന് വേണ്ടി വന്ന് നിൽക്കുന്ന ആൾക്കാരല്ല, ഉദ്യോഗസ്ഥന്മാരുടെ ഔദാര്യത്തിന് വേണ്ടി നിൽക്കുന്ന ആൾക്കാരല്ല നമ്മുടെ നാട്ടിലെ ജനങ്ങളും നമ്മുടെ നാട്ടിലെ സാധാരണക്കാരും നമ്മുടെ നാട്ടിലെ കർഷകരുമെല്ലാം. ഇത് തിരുത്തേണ്ടത് തിരുത്തിച്ച് തന്നെ മുമ്പോട്ട് പോവുകയുള്ളൂ. ഇത്തരം രീതിയിലേക്ക് മുമ്പോട്ട് പോകാൻ ഒരാളെയും അനുവദിക്കുകയില്ല. ആലപ്പുഴ ജില്ലയിൽ കർഷകർക്ക് നെൽവിത്ത് സൗജന്യമായി നൽകി വന്നത് നിർത്തലാക്കിയെന്നും കർഷകർ നെൽവിത്ത് വില കൊടുത്ത് വാങ്ങണമെന്നുള്ള തെറ്റായ നിർദ്ദേശം കർഷകർക്കിടയിൽ ഉണ്ടാക്കിയ ആശങ്കകളെ ഗൗരവകരമായി കാണുന്നുവെന്നും കൃഷിമന്ത്രി പി പ്രസാദ് പറഞ്ഞു. സർക്കാർ നിലപാടുകൾക്ക് വിരുദ്ധമായി ഇത്തരത്തിൽ തെറ്റായ നിർദ്ദേശം നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കാലാവസ്ഥാ വ്യതിയാനവും പ്രകൃതിക്ഷോഭവും കാർഷിക മേഖലയെ ഏറെ പ്രതിസന്ധിയിലാക്കുമ്പോൾ കർഷകരോടൊപ്പം നിന്ന് അവർക്ക് ധൈര്യം പകർന്നു നൽകേണ്ടുന്ന ഉത്തരവാദിത്തമാണ് കൃഷി ഉദ്യോഗസ്ഥർ സ്വീകരിക്കേണ്ടത്. എന്നാൽ സ്വന്തം കടമ മറന്നു പോകുന്ന ചില ഉദ്യോഗസ്ഥർ വകുപ്പിന് അവമതിപ്പുണ്ടാക്കും വിധത്തിൽ പ്രവർത്തിക്കുന്നത് ആശാവഹമല്ല. സർക്കാർ വിഭാവനം ചെയ്യുന്ന പദ്ധതികളുടെ ഉദ്ദേശശുദ്ധി നിറവേറ്റപ്പെടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ കൂടുതൽ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും കൃഷിമന്ത്രി കൂട്ടിച്ചേർത്തു. ടൈം ന്യൂസ്, ചേർത്തല. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ജൂൺ 9 മുതൽ ആരംഭിക്കും. 52 ദിവസക്കാലത്തേക്കാണ് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത്. നിരോധന കാലത്ത് നിരീക്ഷണം ശക്തിപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിച്ചു. ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെൻറ്റ്
ഹാർബർ എഞ്ചിനീയറിംഗ്, പോലീസ് വകുപ്പുകളുടെ ഏകോപനത്തിൽ കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ട്രോളിംഗ് നിരോധന കാലത്ത് ജില്ലയിലൊരുക്കും. നിരോധന കാലത്ത് രക്ഷാപ്രവർത്തനങ്ങൾക്കായി 2 യന്ത്രവൽകൃത ബോട്ടുകൾ കായംകുളം ഹാർബർ, തോപ്പുംപടി ഹാർബർ എന്നിവ കേന്ദ്രമാക്കി പ്രവർത്തിക്കും. 8 ലൈഫ് ഗാർഡുമാരെയും ചെത്തി, ശാസ്ത്രിമുക്ക്, അർത്തുങ്കൽ ഫിഷ് ലാൻഡിംഗ് സെന്ററുകളിൽ 10 സീ റെസ്ക്യൂ സ്ക്വാഡുകളുടെയും സേവനം ഉറപ്പാക്കി. തോട്ടപ്പള്ളി ഹാർബർ, ചെല്ലാനം ഹാർബർ എന്നിവിടങ്ങളിൽ ഓരോ വള്ളം രക്ഷാപ്രവർത്തനത്തിനായി പ്രവർത്തിക്കും. കടലിൽ പോകുന്ന എല്ലാ മത്സ്യത്തൊഴിലാളികളും ആധാർ കാർഡ്, ലൈഫ് ജാക്കറ്റ്, ലൈഫ് ബോയ് എന്നിവ കരുതിയിട്ടുണ്ടെന്ന് യാന ഉടമകൾ ഉറപ്പുവരുത്തണം. ഏകീകൃത കളർ സ്ക്വാഡിംഗ് നടത്തിയിട്ടില്ലാത്ത ബോട്ടുകൾ ട്രോളിംഗ് നിരോധന കാലയളവിൽ തന്നെ കളർ കോഡിംഗ് നടത്തണം. ടൈനൂസ്, ആലപ്പുഴ. ആലപ്പുഴ ചെങ്ങന്നൂരിൽ കഞ്ചാവ് വേട്ട. 15 കിലോ കഞ്ചാവുമായി 6 യുവാക്കൾ പിടിയിലായി. ഒറീസയിൽ നിന്ന് കഞ്ചാവ് വാങ്ങി കൊണ്ടുവരുമ്പോഴാണ് പോലീസിന്റെ പിടിയിലായത്. പിടിയിലായ 2 പേർ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ്. ചെങ്ങന്നൂർ സ്വദേശികളായ സുജിത്ത് 29, സംഗീത് 29, കിരൺ 24, അമൽ രഘു 28, സന്ദീപ് 26, ശ്രീജിത്ത് 31 എന്നിവരാണ് പിടിയിലായത്. ഒറീസയിൽ നിന്നും കഞ്ചാവുമായി എത്തിയപ്പോഴാണ് പിടിയിലായത്. ഇവർ യാത്ര ചെയ്തു വന്ന വാഹനവും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ജില്ലാ നർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി ബി പങ്കജാക്ഷന്റെ നേതൃത്വത്തിലുള്ള ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും ചെങ്ങന്നൂർ ഡിവൈഎസ്പി കെ എൻ രാജേഷിന്റെ നേതൃത്വത്തിലുള്ള സ്ക്വാഡും ചെങ്ങന്നൂർ ISHO ദേവരാജൻ, SIമാരായ ബിനോജ്, അസീസ്, രാജീവ്, ASI സെൻകുമാർ, SCPO ഹരികുമാർ, അരുൺ, രാജേഷ്, ജിൻസൺ, സ്വരാജ് എന്നിവരും ജില്ലാ പോലീസ് സ്പെഷ്യൽ സ്ക്വാഡും ചേർന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. കിരണും സംഗീതും NDPS ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ്. 5000 രൂപയ്ക്ക് ഒറീസയിൽ നിന്നും വാങ്ങുന്ന കഞ്ചാവ് നാട്ടിൽ 3 ഗ്രാമിന് 500 രൂപയുടെ ചെറു പൊതികളാക്കി വിൽക്കുന്നതിനാണ് ഇവർ ഒറീസയിൽ പോയി നേരിട്ട് കഞ്ചാവ് വാങ്ങിയത്. ക്രിമിനൽ പശ്ചാത്തലം ഉള്ളവരെ രഹസ്യമായി നിരീക്ഷിക്കുന്നതിൻ്റെ ഫലമായാണ് ജില്ലയിൽ വൻതോതിൽ മയക്കുമരുന്നുകൾ പിടികൂടാൻ സാധിക്കുന്നതെന്ന് നർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി പറഞ്ഞു. ലഹരി മാഫിയയ്ക്ക് എതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. ടൈനൂസ്, ആലപ്പുഴ. പ്രശസ്ത തമിഴ് വിദ്വാൻ ആലപ്പുഴ S. വിജയകുമാറിന് ശിഷ്യഗണങ്ങളുടെ ഗുരുദക്ഷിണ. തവിൽ വാദ്യത്തിൻ്റെ മേളപ്പെരുമയിൽ സുവർണമുദ്ര സമർപ്പിച്ചു. കൂട്ടത്തോടെ തവിൽ വായിച്ചുകൊണ്ട് സമർപ്പിച്ച ഗുരുദക്ഷിണ ആലപ്പുഴയിൽ വേറിട്ട കാഴ്ചയായി. ശിഷ്യന്മാരും ഒരേ സമയം തകലിൽ മാന്ത്രിക സ്പർശം തീർത്തോടെ പിറന്നത് യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറം. വിജയകുമാറിനും ശിഷ്യന്മാർക്കുമൊപ്പം നാഗസ്വരവുമായി തിരുവിഴ ജയശങ്കറും അദ്ദേഹത്തിന്റെ ശിഷ്യൻ ഹരിപ്പാട് V. മുരുകദാസും കോട്ടയം അഖിലും വൈക്കം ക്ഷേത്ര കലാപീഠം പ്രിൻസിപ്പൽ SP ശ്രീകുമാറും ചേർന്നു. SDV സെന്റിനറി ഓഡിറ്റോറിയത്തിലായിരുന്നു പരിപാടി. URF ചീഫ് എഡിറ്റർ സുനിൽ ജോസഫ്, റിപ്പോർട്ടർ അനീർ സെബാസ്റ്റ്യൻ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു വിജയകുമാറിൻ്റെയും ശിഷ്യന്മാരുടെയും പ്രകടനം. തകിൽ സംഗമം എന്ന് പേരിട്ട പരിപാടി PP ചിത്തരഞ്ജൻ MLAയും തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനം നടൻ സുരേഷ് ഗോപിയും ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ AN പുരം ശിവകുമാർ അധ്യക്ഷനായി. തിരുവിഴ ജയശങ്കർ സുവർണമുദ്ര സമർപ്പണം നടത്തി. വിജയകുമാർ രചിച്ച പുസ്തകം ചടങ്ങിൽ പ്രകാശിപ്പിച്ചു. അഡ്വക്കേറ്റ് AM ആരിഫ് MP, പെരുവനും കുട്ടന്മാരാർ, സംഘാടക സമിതി ജനറൽ കൺവീനർ MK മോഹൻകുമാർ, കേരള വനംവകുപ്പ് കോർപ്പറേഷൻ ചെയർമാൻ ലതിക സുഭാഷ്, ആലപ്പുഴ ബ്രാഹ്മണ സമൂഹ മഠം പ്രസിഡന്റ് P. വെങ്കിട്ടരാമ അയ്യർ എന്നിവർ പ്രസംഗിച്ചു. AN പുരം കൃഷ്ണ കലാകേന്ദ്രം അവതരിപ്പിച്ച നൃത്തസന്ധ്യ അരങ്ങേറി. മുതിർന്ന നാദസ്വര തകിൽ വിദ്വാൻമാരെ ചടങ്ങിൽ ആദരിച്ചു. ടൈനൂസ്, ആലപ്പുഴ. ഇക്കൊല്ലം സർവീസിൽ നിന്നും വിരമിക്കുന്ന 47 പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആലപ്പുഴയിൽ യാത്രയയപ്പ് നൽകി. ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ ഉപഹാരങ്ങൾ സമർപ്പിച്ചു. ഇക്കൊല്ലം സർവീസിൽ നിന്നും വിരമിക്കുന്ന 47 പോലീസ് ഉദ്യോഗസ്ഥർക്ക് യാത്രയയപ്പ് നൽകി. കേരള പോലീസ് അസോസിയേഷൻ, കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ എന്നിവയുടെ സംയുക്ത നേതൃത്വത്തിലാണ് യാത്രയയപ്പ് ചടങ്ങ് സംഘടിപ്പിച്ചത്.
ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ ഉദ്ഘാടനം ചെയ്തു. ഉപഹാര സമർപ്പണവും ജില്ലാ പോലീസ് മേധാവി നിർവഹിച്ചു. എല്ലാ പ്രാവശ്യവും ഉദ്യോഗസ്ഥർ റിട്ടയറായി നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പോകുമ്പോൾ ഡിപ്പാർട്ട്മെന്റിൽ നഷ്ടമാണ്. നമുക്ക് അത്രയും കാലത്തെ എക്സ്പീരിയൻസും അതുപോലെ തന്നെ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഗൈഡൻസും അതൊക്കെ നമുക്ക് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മാറുകയാണ്. ഇത് ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു ജീവിതം സംബന്ധിച്ചിടത്തോളം നമ്മുടെ എല്ലാ തവണ റിട്ടയർമെന്റ് ഫംഗ്ഷൻ പറയുന്ന ഒരു കാര്യമാണ്. നമുക്ക് പലപ്പോഴും നമ്മുടെ വർക്ക് ചെയ്യുന്ന കാലം നമ്മുടെ വർക്കും നമ്മുടെ ലൈഫും തമ്മിലൊരു വ്യത്യാസമില്ലാത്തൊരു അവസ്ഥയാണ്. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മുടെ വർക്ക് തന്നെയാണെന്നുള്ളൊരു സിറ്റുവേഷനിലാണ് പോലീസിലെ വർക്ക് പലപ്പോഴും ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം, പോലീസിലുള്ള എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം പോലീസിൽ നിന്ന് റിട്ടയർമെന്റ് എന്ന് പറയുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കരമായിട്ടുള്ള ചേഞ്ചാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് KP ധനേഷ് അധ്യക്ഷനായി. കേരള പോലീസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് SR ഷിനോദാസ്, ഡിവൈഎസ്പിമാരായ TB വിജയൻ, PM ബൈജു, സൗത്ത് സ്റ്റേഷനിലെ SI KP ടോംസൺ, കേരള പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി KP മോഹൻദാസ്, കേരള പോലീസ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി S സന്തോഷ്, ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി AS ഫിലിപ്പ് എന്നിവർ സംസാരിച്ചു. ടൈം ന്യൂസ്, ആലപ്പുഴ. ദേവദാരു G ദേവരാജൻ മാസ്റ്റർ അവാർഡ് പ്രശസ്ത ഗാനരചയിതാവ് വയലാർ ശരത്ചന്ദ്ര വർമ്മ ഏറ്റുവാങ്ങി. എറണാകുളത്തെ കേരള ഫൈൻ ആർട്സ് ഹാളിൽ നടന്ന ചടങ്ങിലായിരുന്നു അവാർഡ് സമർപ്പണം നടന്നത്. ദേവദാരു G ദേവരാജൻ മാസ്റ്റർ അവാർഡ് വയലാർ ശരത്ചന്ദ്ര വർമ്മ ഏറ്റുവാങ്ങി. കേരള ഫൈൻ ആർട്സ് സൊസൈറ്റിയും ദേവദാരു G ദേവരാജൻ മാസ്റ്റർ ഫൗണ്ടേഷനും സംയുക്തമായി ഏർപ്പെടുത്തിയ 16ാമത് ദേവദാരു G ദേവരാജൻ മാസ്റ്റർ അവാർഡാണ് പ്രശസ്ത കവിയും ഗാന രചയിതാവുമായ വയലാർ ശരത്ചന്ദ്ര വർമ്മ ഏറ്റുവാങ്ങിയത്. എറണാകുളത്തെ കേരള ഫൈൻ ആർട്സ് ഹാളിൽ നടന്ന വാർഷിക സമ്മേളനത്തിലാണ് പുരസ്കാര സമർപ്പണം നടന്നത്. കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ നിരവധി പ്രമുഖർ പങ്കെടുത്തു. ഇതോടൊപ്പം സംഗീത സന്ധ്യയും ഒരുക്കിയിരുന്നു. പത്മതീർത്ഥമേ ഉണരും മാനസ പത്മതീർത്ഥമേ ഉണരൂ അതിരത്തിലുദീക്കുമുഖസിൻ ആദ്യം നൽകൂ ഗന്ധർവ സ്വരങ്ങളൊഴുകൂ ഗായത്രികൾ മുൻവർഷങ്ങളിൽ ഗായികമാരായ P സുശീല, വസന്ത, വാണി ജയറാം, സംഗീത സംവിധായകരായ അർജുനൻ മാസ്റ്റർ, ശ്യാം, ബിജിബാൽ, ശ്രീകുമാരൻ തമ്പി, അഭിനേതാക്കളായ KPSC ലളിത, മധു, ബാലചന്ദ്ര മേനോൻ, നിർമ്മാതാവ് നവോദയ അപ്പച്ചൻ, സംവിധായകൻ IB ശശി, കമൽ എന്നിവർക്കാണ് നേരത്തെ പുരസ്കാരം ലഭിച്ചിരുന്നത്. ഇക്കൊല്ലം ദേവദാരു പുരസ്കാരം ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് വയലാർ ശരത്ചന്ദ്ര വർമ്മ പറഞ്ഞു. ടൈം ന്യൂസ്, ചേർത്തല. കായംകുളത്ത് 14 വയസ്സുകാരനെ മർദ്ദിച്ച കേസിലെ പ്രതി കുഴഞ്ഞു വീണ് മരിച്ചു. കായംകുളത്തെ BJP പ്രാദേശിക നേതാവ് മനോജാണ് വീട്ടിൽ കുഴഞ്ഞു വീണ് മരിച്ചത്. BJP കാപ്പിൽ കിഴക്ക് ബൂത്ത് പ്രസിഡന്റ് ആലമ്പള്ളിയിൽ മനോജാണ് വീട്ടിൽ കുഴഞ്ഞു വീണ് മരിച്ചത്. 14 വയസ്സുകാരനെ മർദ്ദിച്ച കേസിൽ അറസ്റ്റിലായ മനോജിന് ജാമ്യം ലഭിച്ചിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ടായിരുന്നു കൃഷ്ണപുരം കാപ്പിൽ കിഴക്ക് VS നിവാസിൽ ഷാജി ഫാത്തിമ ദമ്പതികളുടെ മകൻ ഷാഫിയെ മനോജ് മർദ്ദിച്ചത്. മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ കുട്ടി ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ടൈനോസ്, ആലപ്പുഴ. മുഹമ്മ കായപ്പുറം സൗഹൃദവേദി വായനശാലയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഭാസംഗമം ശ്രദ്ധേയമായി. അരൂർ MLA ദലീമ ജോജോ പ്രതിഭാസംഗമം ഉദ്ഘാടനം ചെയ്തു. അലക്സാണ്ടർ ജേക്കബ് IPS മുഖ്യപ്രഭാഷണം നടത്തി. മുഹമ്മ പഞ്ചായത്തിലെ എല്ലാ SSLC+2 വിജയികളെയും അനുമോദിക്കാൻ ചേർന്ന ചടങ്ങിൽ മുഖ്യപ്രഭാഷകനായി എത്തിയ അലക്സാണ്ടർ ജേക്കബ് IPS ആണ് വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ ശ്രോതാക്കൾക്ക് മുന്നിൽ തുറന്നിട്ടത്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കാലൂന്നുന്നവർക്കായി അദ്ദേഹം പകർന്നു നൽകിയ പകരം വയ്ക്കാനാവാത്ത അറിവുകളാണ്. ചോദ്യം ബുദ്ധിശക്തി പരിശോധിക്കുന്ന ചോദ്യങ്ങളാണ്. നിങ്ങൾ IAS പരീക്ഷയ്ക്ക് പോയാൽ 40ഓളം ചോദ്യങ്ങൾ ബുദ്ധിശക്തി പരിശോധിക്കുന്ന ചോദ്യങ്ങളാണ്. ബ്രെയിൻ ടീസേഴ്സ്, ബ്രെയിൻ ട്വിസ്റ്റേഴ്സ്, ബ്രെയിൻ ക്യൂസേഴ്സ് എന്നൊക്കെ പറയപ്പെടുന്ന സീരീസാണ്. ഈ കഴിവ് വികസിപ്പിച്ചെങ്കിലേ വലിയ വലിയ പരീക്ഷകൾ നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റുള്ളൂ. അപ്പോൾ ഈശ്വരൻ തന്ന ഈ 2 കഴിവുകളെ പരിപോഷിപ്പിക്കണം. SSLC മുതൽ IAS പരീക്ഷ എഴുതുന്നവർ വരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഉദാഹരണങ്ങൾ സഹിതം അദ്ദേഹം കുട്ടികളെ ബോധ്യപ്പെടുത്തി.
വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും വിലപ്പെട്ടതാണെന്ന് അദ്ദേഹം പറഞ്ഞു. ജീവിതത്തെക്കുറിച്ച് ആദ്യമേ തന്നെ പ്ലാനിംഗ് വേണം. ചിട്ടപ്പെടുത്തിയ സമയക്രമവും ജീവിതക്രമവും ലക്ഷ്യത്തിലെത്താൻ ആവശ്യമാണ്. SSLC കഴിഞ്ഞാൽ കരുതലോടെ വേണം പുതിയ കോഴ്സ് തിരഞ്ഞെടുക്കാൻ. അഭിരുചിക്ക് ഒത്തതും ലക്ഷ്യത്തിലെത്താൻ എളുപ്പമുള്ളതുമായ കോഴ്സുകൾ തിരഞ്ഞെടുക്കണം. SSLC കഴിഞ്ഞവർക്ക് മുന്നോട്ട് പോകാനുള്ള 200ഓളം മാർഗങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ബുക്കുകളുമുണ്ട്. പഠന കാലയളവിൽ 1000 മുതൽ കോടികൾ വരെ സ്കോളർഷിപ്പ് കിട്ടുന്ന കോഴ്സുകളെക്കുറിച്ചും അദ്ദേഹം വിശദീകരിച്ചു. ശബരിമല ശാസ്താവ് കളരി പഠിച്ച മണ്ണാണ് മുഹമ്മ. AK ഗോപാലന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടും മുഹമ്മ പ്രസിദ്ധമാണ്. ബൃഹുസംഹിതയുമായി ബന്ധപ്പെട്ട സ്ഥലമെന്ന നിലയിലും ഈ നാടിന് പെരുമയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദലീമ ജോജോ MLA പ്രതിഭാസംഗമം ഉദ്ഘാടനം ചെയ്തു. 12 ലക്ഷം രൂപയുടെ പഠനോപകരണങ്ങൾ വിതരണം ചെയ്യാനും മറ്റ് ആനുകൂല്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കാനും ഒരു ക്ലബിന് കഴിയുന്നുവെന്നത് ഏറെ അഭിനന്ദനാർഹമാണെന്ന് ദലീമ ജോജോ കൂട്ടിച്ചേർത്തു. സാഹിത്യകാരൻ MA സുഹൈൽ, ജെസി തോമസ്, വായനശാല പ്രസിഡന്റ് T കുഞ്ഞുമോൻ, വിമല സുഭാഷ്, V തങ്കച്ചൻ, KD അനിൽകുമാർ, സുധീർ രാഘവൻ, M രമേശ്, അജീഷ് കന്നിട്ടയിൽ എന്നിവർ പ്രസംഗിച്ചു. ടൈം ന്യൂസ്, മുഹമ്മ. ആലപ്പുഴ കളക്ടറേറ്റിന് മുന്നിൽ NGO യൂണിയന്റെ ധർണാ സമരം. കാഷ്വൽ ജീവനക്കാരുടെ തൊഴിൽ സംരക്ഷണത്തിന് നടപടി വേണമെന്നാവശ്യപ്പെട്ടായിരുന്നു ധർണാ സമരം നടത്തിയത്. കാഷ്വൽ സ്വീപ്പർമാരെയും പാർട്ട് ടൈം ജീവനക്കാരാക്കുക, സ്ഥാപന ക്രമീകരണത്തിന്റെ ഭാഗമായി പുറത്താവുന്ന കാഷ്വൽ സ്വീപ്പർമാരുടെ തൊഴിൽ സംരക്ഷണം ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത്. ആലപ്പുഴ കളക്ടറേറ്റിന് മുന്നിൽ നടത്തിയ കൂട്ടധർണ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം BK ഉദയൻ ഉദ്ഘാടനം ചെയ്തു. ഒരു മരം ഭൂമിയിൽ നിലനിൽക്കുമ്പോൾ നമ്മൾ അതിനെ വിളിക്കുന്നത് മരമെന്നാണ്. അതിനെ വെട്ടിയിട്ട് കഴിയുമ്പോഴാണ് തടി എന്ന് വിളിക്കുന്നത്, വുഡ് എന്ന് വിളിക്കുന്നത്. വീണ്ടും ഒരിക്കൽ കൂടെ ആവർത്തിച്ച് ശമ്പള പരിഷത്തിൽ പറയുകയാണ് ഡെഡ് വുഡ്, ചത്ത തടി എന്നാണ് ഈ വിഭാഗം ജീവനക്കാരെ 2004 ശമ്പള പരിഷ്കരണ റിപ്പോർട്ടിൽ UDF ഗവൺമെന്റ് ശമ്പള പരിഷ്കരണ റിപ്പോർട്ടിൽ പ്രതിപാദിച്ചത്. ഇത് കേരളത്തിലെ സിവിൽ സർവീസിലെ ജീവനക്കാരോട് UDF ഗവൺമെന്റിനെടുത്ത സമീപനത്തിന്റെ ഒരു ഉദാഹരണം മാത്രമാണ്. NGO യൂണിയൻ ജില്ലാ പ്രസിഡന്റ് L മായ അധ്യക്ഷയായി. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ P സാജിദ്, B സന്തോഷ്, ജില്ലാ സെക്രട്ടറി C ലീഷ്, ട്രഷറർ N അരുൺകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് ധർണാ സമരം സംഘടിപ്പിച്ചത്. ടൈം ന്യൂസ്, ആലപ്പുഴ. മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ സ്കൂൾ വാഹനങ്ങളിലെ ജീവനക്കാർക്കായി റോഡ് സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ആലപ്പുഴയിലാണ് ക്ലാസ് സംഘടിപ്പിച്ചത്. പുതിയ അധ്യയന വർഷത്തിന് മുന്നോടിയായിട്ടായിരുന്നു ബോധവൽക്കരണ പരിപാടി ഒരുക്കിയത്. ആലപ്പുഴ ലജനത്തുൽ മുഹമ്മദിയ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ശില്പശാലയിൽ 200ഓളം ഡ്രൈവർമാരും 100ഓളം ആയമാരും പങ്കെടുത്തു. റോഡപകടങ്ങൾ, സുരക്ഷിത ഡ്രൈവിംഗ് എന്നിവയെക്കുറിച്ച് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ KR തമ്പി ക്ലാസ് എടുത്തു. ഏത് വാഹനത്തിനും മോട്ടോർ സൈക്കിളിനും ഉണ്ട് ബ്ലൈൻഡ് സ്പോട്ട്. മോട്ടോർ സൈക്കിളിൻ്റെയും ഇതുപോലെ തന്നെ കണ്ണാടി, മോട്ടോർ സൈക്കിളിലെ കണ്ണാടിയൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ് നമ്മുടെ നാട്ടിലല്ലേ. കണ്ണാടി നോക്കുന്നതും കണ്ണാടി വൃത്തിയായിട്ട് വെക്കുന്നതും ഒക്കെ വളരെ വിരളമായിട്ടേ കാണാൻ പറ്റും. പ്രത്യേകിച്ച് ലേഡീസിന് അങ്ങനെ ഒരു കലാപരിപാടിയില്ല. കണ്ണാടി നോക്കുക എന്നൊക്കെ പറയുന്നത്, കണ്ണാടി നോക്കുക, അവരിങ്ങനെ നോക്കും, അല്ലാതെ ഇങ്ങനെ ഇരിക്കുന്ന കണ്ണാടിയിൽ നോക്കുന്ന പരിപാടി ഞാൻ കാണാറില്ല. അങ്ങനെ നോക്കുന്നെങ്കിൽ വളരെ കൃത്യമായിട്ട് അറിയാൻ പറ്റും. എങ്ങനെ അറിയാൻ പറ്റും? നമ്മുടെ മുന്നിൽ പോകുന്ന വണ്ടികൾ കണ്ണാടി ഉപയോഗിക്കുന്നെങ്കിൽ എങ്ങനെ അറിയാൻ പറ്റും? നമ്മൾ ആ കണ്ണാടിയിലേക്ക് നോക്കിയാൽ അയാളുടെ കണ്ണ് കാണണം. ആരുടെ? വണ്ടി ഓടിക്കുന്ന ആളുടെ കണ്ണ് ആ കണ്ണാടി കാണുന്നെങ്കിൽ അറിയാം അയാളെ കണ്ണാടി ഉപയോഗിക്കുന്ന ആളാണ്. നമ്മളെ കാണുന്നുണ്ട്, പുറകിലുള്ള എന്നെ മുന്നിലെ ഡ്രൈവർ കാണുന്നുണ്ട്, അറിയുന്നുണ്ട് ഞാനിവിടെ ഉണ്ടെന്ന്. വാഹനങ്ങളുടെ സാങ്കേതിക കാര്യങ്ങൾ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ S ബിജോയ് വിശദീകരിച്ചു. വിദ്യാവാഹൻ ആപ്പ് രജിസ്ട്രേഷൻ ഉപയോഗിക്കുന്നതെങ്ങനെ, കുട്ടികൾക്ക് നൽകേണ്ട നിർദ്ദേശങ്ങൾ തുടങ്ങിയവ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഷിബുകുമാർ വിശദമാക്കി. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ V അനിൽകുമാർ, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അനൂപ് തുടങ്ങിയവർ പങ്കെടുത്തു. ടൈം ന്യൂസ്, ആലപ്പുഴ. 1 ലക്ഷം യുവ കർഷക സമിതിയുടെ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായിട്ടുള്ള പ്രതിനിധി സമ്മേളനം ചേർത്തലയിൽ നടന്നു. ചേർത്തല വുഡ്ലാൻഡ്സ് ഹാളിൽ നടന്ന സമ്മേളനം കൃഷിമന്ത്രി P പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. 1 ലക്ഷം കർഷക സമിതിയുടെ 26ാമത് സംസ്ഥാന സമ്മേളനം മെയ് 20 മുതൽ ജൂലൈ 20 വരെ ആലപ്പുഴ ജില്ലയിൽ വെച്ച് നടത്തുന്നതിന്റെ ഭാഗമായി പ്രതിനിധി സമ്മേളനം ചേർന്നു. ചേർത്തല വുഡ്ലാൻഡ്സ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി കൃഷിവകുപ്പ് മന്ത്രി P പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഒരിക്കലും നടന്നാൽ വീണുപോകും എന്നുള്ളതിന്റെ പേരിൽ ഒരു കുഞ്ഞും നടക്കേണ്ടതില്ല എന്നൊരമ്മയും തീരുമാനിച്ചില്ല. പതുക്കെ ആ കുഞ്ഞിനെ നടത്തിക്കണമെന്നും ആ കുഞ്ഞിനെ ഓടിക്കണമെന്നും ഇച്ചിരി വീണാൽ വീഴോട്ട് കുഴപ്പമില്ല എന്നും ആ അമ്മയ്ക്ക് തോന്നിയതിൻ്റെ ഭാഗമായിട്ടാണ്, ഓരോ അമ്മമാർക്കും തോന്നിയതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളൊക്കെ നടക്കാൻ പഠിച്ചതും നടക്കുന്നതും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുതന്നെയാണ് ഒരു സ്ഥാപനത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടാവുക. അതുകൊണ്ട് ഒരു യന്ത്രം വാങ്ങിച്ചു, ഇനി ഒരു യന്ത്രം എന്ന് കേട്ടാൽ തന്നെ ഇനിയും ആ അജണ്ട മാറ്റി വെച്ചേക്ക് എന്ന് പറയരുത്. സാധ്യമാവുന്നത് എന്തെല്ലാമാണെന്ന് നമ്മൾ നോക്കണം. നമുക്കൊരു FPO എന്നുള്ള കാര്യത്തിൽ എങ്ങനെയെല്ലാം
ഇതിനെ ഒന്നും മാറ്റാൻ പറ്റുമെന്ന് നോക്കണം. അത്തരം ഒരു സഹകരണ സംഘം കൂടിയാണെന്നുള്ളത് കൊണ്ട് അതിൻ്റെ ഭാഗമായിട്ടൊരു FPO വന്നാൽ അതിന് മെച്ചമുണ്ടാകും എന്നാണ് എൻ്റെ ഒരു ധാരണ. 1 ലക്ഷം കർഷക സമിതി സംസ്ഥാന പ്രസിഡന്റ് KP ബൈജു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന സഹകരണ ബാങ്ക് പ്രസിഡന്റ് CK ഷാജിമോഹൻ മുഖ്യപ്രസംഗം നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി സജീവ് വാസുദേവൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ KR സാജുമോൻ, ശിവശങ്കരൻ ഏറിയാട്ട്, ഹരിലാൽ പണിക്കർ, മുകുന്ദലാൽ സമ്പത്ത്, ബിന്ദു ചുനക്കര, വിജയകുമാരി, ജാനകി പരിയാരം, മാത്യു കൊച്ചുതറയിൽ, കുട്ടൻ കോങ്ങാട തുടങ്ങിയവർ പങ്കെടുത്തു. ടൈം ന്യൂസ്, ചേർത്തല. കുട്ടനാട്ടിൽ മഴ നാശം വിതയ്ക്കുന്നു. കരകൃഷിയും പ്രതിസന്ധിയിൽ. കപ്പകൃഷി ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ കൃഷിനാശം. കനത്ത മഴയെ തുടർന്ന് കാർഷിക മേഖലയും പ്രതിസന്ധിയിലാണ്. കുട്ടനാട് മേഖലയിലെ കരകൃഷികളും വെള്ളത്തിലായി. തലവടി പഞ്ചായത്ത് 11-ാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ വിവിധ സ്ഥലങ്ങളിലായി ചെയ്തു വന്നിരുന്ന കപ്പകൃഷി വെള്ളം കയറിയതിനെ തുടർന്ന് പറിച്ചുമാറ്റി. തൊഴിലുറപ്പ് തൊഴിലാളികൾ 3 സ്ഥലത്ത് കപ്പ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാം വെള്ളം കയറി. അത് ഒരുപാട് ഞങ്ങൾക്ക് നഷ്ടം വന്നു. കുറച്ചൊക്കെ ഞങ്ങൾക്ക് കിട്ടി. അത് നഷ്ടപരിഹാരം ആരോട് ചോദിക്കാനാണ്? ഞങ്ങളുടെ കഷ്ടപ്പാട് മെച്ചം ആയി. 3 പറമ്പ് ഇഷ്ടം പോലെ കപ്പ ഇട്ടിട്ടുണ്ടായിരുന്നു. വെള്ളം കയറിയ കാരണം എല്ലാം നഷ്ടപ്പെട്ടു. മഴ തുടർന്നാൽ കരകൃഷികളെല്ലാം വെള്ളത്തിലാവും. കർഷകർ ദുരിതത്തിലും. ടൈം ന്യൂസ്, ആലപ്പുഴ. CPMന്റെ നേതൃത്വത്തിൽ ചേർത്തല പുത്തനമ്പലം കാട്ടുകടയിൽ നിർമ്മിച്ച കൊടിമര മണ്ഡപം ഉദ്ഘാടനം ചെയ്തു. നേതാക്കളായിരുന്ന K ദാസ്, CK ഭാസ്കരൻ, P സുരേന്ദ്രൻ എന്നിവരുടെ സ്മരണാർത്ഥമാണ് കൊടിമര മണ്ഡപം നിർമ്മിച്ചത്. CPIM കാട്ടുകട ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ നിർമ്മിച്ച കൊടിമര മണ്ഡപത്തിന്റെ ഉദ്ഘാടനം നടന്നു. കാട്ടുകട കിഴക്കേ ജംഗ്ഷൻ സമീപം നടന്ന ചടങ്ങിൽ CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം G വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. സഖാവ് CK ജില്ലയിലാകെ അറിയപ്പെടുന്ന പ്രവർത്തകനാണ്. കയർ രംഗത്ത് പ്രധാനപ്പെട്ട നേതാവെന്ന നിലയിൽ കയർ വർക്കേഴ്സ് സെൻറ്ററിൻ്റെ അടക്കം നേതൃത്വപരമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട്. കയർ ഫാക്ടറി വർക്കേഴ്സ് യൂണിയൻ്റെയും നേതാവെന്ന നിലയിൽ കൂടി അറിയപ്പെടുന്നതാണ്. CPIM മുഹമ്മദ് നോർത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KD അനിൽകുമാർ അധ്യക്ഷനായി. P രഘുനാഥ്, CK സുരേന്ദ്രൻ, D ഷാജി, സ്വപ്ന ഷാബു, CB ഷാജികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. MV ശശാങ്കൻ സ്വാഗതം പറഞ്ഞു. CPM പ്രവർത്തകരായിരുന്ന K ദാസ്, CK ഭാസ്കരൻ, P സുരേന്ദ്രൻ എന്നിവരുടെ സ്മരണയ്ക്കായാണ് കൊടിമര മണ്ഡപം നിർമ്മിച്ചത്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഏറെ വിലപ്പെട്ട സംഭാവനകൾ നൽകി പാർട്ടിയെ ശക്തിപ്പെടുത്താൻ K ദാസും CK ഭാസ്കരനും P സുരേന്ദ്രനും നൽകിയ സംഭാവനകൾ ചരിത്ര സാക്ഷ്യങ്ങളാണെന്ന് G വേണുഗോപാൽ പറഞ്ഞു. ടൈം ന്യൂസ്, മുഹമ്മ. ചേർത്തല നഗരത്തിൽ അർദ്ധരാത്രി വാഹനാപകടം. KSRTC സൂപ്പർഫാസ്റ്റും കാറും കൂട്ടിയിടിച്ചു. കാറിന്റെ മുൻഭാഗം പൂർണ്ണമായി തകർന്നു. ചേർത്തല ദേവീക്ഷേത്രത്തിന് തെക്കുവശത്തെ ടൗൺ LP സ്കൂൾ ജംഗ്ഷനിൽ ശനിയാഴ്ച രാത്രി 12 മണിയോടെയായിരുന്നു അപകടം. KSRTC സൂപ്പർഫാസ്റ്റും കാറും കൂട്ടിയിടിക്കുകയായിരുന്നു. ബസിന്റെ ഒരു വശത്തിടിച്ച കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. ആർക്കും കാര്യമായി പരിക്കില്ല. ടൈം ന്യൂസ്, ചേർത്തല. പ്രധാന വാർത്തകൾ വീണ്ടും. കർഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്ന കൃഷി ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് കൃഷിമന്ത്രി P പ്രസാദ്. സർക്കാർ നിലപാടുകൾക്കെതിരെ പ്രവർത്തിക്കുന്നത് അതീവ ഗൗരവത്തോടെ കാണേണ്ടി വരുമെന്നും കൃഷിമന്ത്രി. ചെങ്ങന്നൂരിൽ കഞ്ചാവ് വേട്ട. 15 കിലോ കഞ്ചാവുമായി 6 യുവാക്കൾ പിടിയിൽ. ഒറീസയിൽ നിന്ന് കഞ്ചാവ് വാങ്ങി വരുമ്പോഴാണ് ഇവർ ചെങ്ങന്നൂർ പോലീസിന്റെ പിടിയിലായത്. 2 പേർ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികളെന്ന് പോലീസ്. പ്രശസ്ത തവിൽ വിദ്വാൻ ആലപ്പുഴ S വിജയകുമാറിന് ശിഷ്യഗണങ്ങളുടെ ഗുരുദക്ഷിണ. തവിൽ വാദ്യത്തിന്റെ മേളപ്പെരുമയിൽ സുവർണമുദ്ര സമർപ്പിച്ചു. കൂട്ടത്തോടെ തവിൽ വായിച്ചുകൊണ്ട് സമർപ്പിച്ച ഗുരുദക്ഷിണ വേറിട്ട അനുഭവമായി. ഇക്കൊല്ലം സർവീസിൽ നിന്നും വിരമിക്കുന്ന 47 പോലീസ് ഓഫീസർമാർക്ക് ആലപ്പുഴയിൽ യാത്രയപ്പ്. ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ ഉപഹാരങ്ങൾ സമർപ്പിച്ചു. കായംകുളത്ത് 14 വയസ്സുകാരനെ മർദ്ദിച്ച കേസിലെ പ്രതി കുഴഞ്ഞു വീണ് മരിച്ചു. BJP പ്രാദേശിക നേതാവ് മനോജാണ് വീട്ടിൽ കുഴഞ്ഞു വീണ് മരിച്ചത്. ദേവദാരു G ദേവരാജൻ മാസ്റ്റർ അവാർഡ് വയലാർ ശരത്ചന്ദ്ര വർമ്മ ഏറ്റുവാങ്ങി. എറണാകുളം ഫൈൻ ആർട്സ് ഹാളിൽ നടന്ന ചടങ്ങിലാണ് അവാർഡ് സമ്മാനിച്ചത്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.